എവിടെ പോണു മച്ചി? ഇരേനെ കൊണ്ടുവരാൻ പോണം. ഗൈസ്, ഇന്ന് നമ്മുടെ മോൻ നിക്കൊന്ന് വരുന്ന ദിവസമാണ്. മോളുടെ വെയിറ്റ് ഇതുവരെ റെഡി ആവാത്തതുകൊണ്ട് ഒരാഴ്ചയും കൂടെ എടുക്കും. മോനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ ക്യാമറ നോക്കി ഇത് ഒപ്പമുണ്ടല്ലോ. ഡെലിവറി കഴിഞ്ഞ് ബേബീസിനെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇതുവരെ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഇന്നാട്ടോ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, ഇത് ഗവൺമെൻറ്റിൽ നിന്ന് അയച്ചെന്ന ഗിഫ്റ്റാണ് കേട്ടോ. മീറ്റ്, കൊറിയൻ മീറ്റാണ് അയച്ചെന്നത്. എൻ്റെ ഇരുമോനെ എടുക്കാൻ പോവാ. 15 ദിവസമായി ആദ്യമായിട്ട് കാണാൻ പോവാ. അങ്ങനെ നമ്മളിതാ ഫൈനലി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ നമുക്ക് ബേബീസിന് തരത്തുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ്. അതിനകത്ത് ബേബീസിൻ്റെ 2 ക്ലോത്തും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ കുറേ നാളത്തെ വെയിറ്റിംഗ് ആയിരുന്നു. എന്താ പറയുക, ഇന്ന് നമുക്ക് മോനെ മാത്രമാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. മോക്ക് വെയിറ്റ് ഇതുവരെ ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറേ പ്രൊസീജിയർ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം നേഴ്സ് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. 이제 머리에서부터 보여드리면 여기 뭐 도혈종이나 이런 거 없이 이건 지금 방금 전에 그거 뇌초음파 봐가지고 그 젤리 묻은 거거든요. 그래서 이거 좀 닦는다고 닦는 건 좀 덜 지워졌어요. 그래서 가마 물티슈로 닦으면 바로 지워질 수용성이어서 지워주시면 되고, 뭐 머리에 도혈종이나 이런 거 없이 깨끗한 거 있고, 양쪽 눈도 다 있는 거 있고, 코도 다 괜찮은 거 있고, 입 안에 보시면 네. 입 천장에 진주도 있다고? 아, 미안. 이쪽 입 천장 위에 하얀 색깔 보이세요? 애기 울면? 네네네. 그게 진주종이라는 건데 수일 내에 없어지는 거거든요. 그래서 너무 걱정 안 하셔도 되는 거 있고. 선생님, 근데 혹시 안 없어지면 어떻게 해요? 그런 건 없어요. 아, 그래? 네. 네네. 그리고 코 위에 여기 점점점 노란색으로 있는 거 보이시죠? 네네. 이것도 비립종이라고 해가지고 근데 지금 많이 심하진 않아요. 네. 그래서 이것도 조금 더 지나면 많이 다 지금 없어지고 있는 처음에 많이 있었는데 맞아요. 맞아요. 그래도 없어지고 있는 추세여가지고 괜찮은 거 있고, 여기 가슴도 지금 괜찮은 거 있고, 배꼽도 다 떨어져가지고 전부 깨끗하게 관리 잘 되고 있는 거 있어요. 양쪽 쇄골도 부러진 거 없이 괜찮고, 손도 5개, 손톱 5개. 여기도 5개씩 다 있는 거 있고, 발도 발가락 5개씩 다 있는 거 있고요. 양쪽 다리도 잘 구부러지는 거 있고, 양쪽 손등에 애기 이제 체열하고 다 찔리면서 여기 체열 자국 남아있는 거 있어요. 오른손에는 아마 없을 거고 왼쪽 손에만 남아있는 거 있습니다. 오른손에도 그리고 അത് അവർ കാണിച്ചിരുന്ന എന്നൊരു കുഴപ്പമില്ല. 안 맞지? 홀드 히어. 히어. 아까 더 깎았는데도 어떡해, 집에 가야 되는데 지금. 저희는 애가 작아서 그렇게 못할 것 같아요. 아니요, 오늘 괜찮아요. 그래요? 네.
애가 언제 밥 먹었어요? 지금 마지막에 3시. 3시? 네네. 6시에 먹여야 되는 거네요? 맞아요. 원래대로면. 그래서 이제 예쁘게 하고 집에 가자. 알았어. 그리고 അതൊക്കെ പോവും ഇതാക്കണ്ട. 그러면 잠깐 기다렸다가 문자가 와야지. 네, 수납이요. 근데 세대형 지금 빨리 서두르고 있긴 해가지고 되면 네. 제가 나와서 알려드릴게요. 네네. 뭐 이러고. 아이고. 이래? 예. 근데 또 애기들이어가지고 금방 할 거예요. 아우 싫어. 애기 카세트 안. ഇത്തിരിയല്ലേ ഉമ്മ. അങ്ങനെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മോനെ കയ്യിൽ കിട്ടി കേട്ടോ. അപ്പോൾ ഇത്തിരിയേ ഉള്ളുമായിരുന്നു, അതായത് വെയിറ്റ് നല്ല കുറവായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മച്ചിയാണ് എടുത്തത്. കുറേ നാളുകൊണ്ട് കാത്തിരിക്കുമായിരുന്നു. എന്ന് ഞങ്ങൾ മോനെയും മോളെയും കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് ചോദിക്കും എനിക്കിവിടെ വന്ന് നിൽക്കൂലി വന്ന് കാണാൻ പറ്റുമെന്ന്. പക്ഷേ കാണാൻ പറ്റില്ലായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ മോനെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് നല്ല കുറവാണ്, എന്നാലും ഇപ്പോൾ ഒരു ഹെൽത്തൊക്കെ അവന് ഓക്കെ ആയത് കാരണമാണ് അവനെ നമുക്കിപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റിയത്. പക്ഷേ മോളെന്ന് പറഞ്ഞാൽ നമുക്ക് 2-3 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ വന്നു. കാർ സീറ്റൊക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഇവരെ നമുക്ക് വിട്ടു തരത്തുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്ന് എന്നാലും നമ്മൾ കയ്യിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇവരെ കാണിക്കണമല്ലോ, ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങ് എടുത്തോളാൻ വയ്യായിരുന്നു. പക്ഷേ ഇത്തിരിയേ ഉള്ളത് കാരണം എനിക്ക് പേടിയായി കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പാറ്റക്കുഞ്ഞിൻ്റെ അത്രയേ ഉള്ളുമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ഹാപ്പിയാണ്. പക്ഷേ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ മോളെ കൂടെ 2 പേരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരാഗ്രഹം. പക്ഷേ പറ്റിയില്ല. ഒരാളെ മാത്രമാണ് ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. എന്നാലും കുഴപ്പമില്ല, 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അവളെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് വിശ്വാസം. അങ്ങനെ കൈ കിട്ടിയപ്പോഴേ ഉമ്മ മലയാളത്തിൽ അറഞ്ചം പുറഞ്ചനും സംസാരിച്ചു തുടങ്ങി മോൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വീട്ടിലെത്തിയിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ, എനിക്ക് പേടി കാരണം. അങ്ങനെ ഒപ്പ ആദ്യമായിട്ട് ബേബിയെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒപ്പാകും ഭയങ്കര പേടിയാട്ടോ. വേറെ ഒന്നുമല്ല, ഇത്രയേ ഉള്ളത് കാരണം തന്നെ കയ്യിൽ നിന്ന് അങ്ങനെ ഊർന്നു പോകുമെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ഒപ്പാക്ക്. അങ്ങനെ ഉമ്മ പറഞ്ഞ് കുഴപ്പമില്ല ഒന്ന് പിടിച്ച് നോക്കാം. അങ്ങനെ ഒപ്പ ആദ്യമായിട്ട് ബേബിയെ എടുത്തു. എന്നിട്ട് ഒപ്പാക്ക് ഭയങ്കര പേടി. ഒപ്പൻ്റെ അടുത്ത് പറയുകയാണ് ഇത്രയേ ഉള്ളൂ, ഒരു പഞ്ഞിക്കെട്ടിനെ എടുക്കുന്ന പോലെ ഇച്ചിരിയേ ഉള്ളൂ. അങ്ങനെ ഉപ്പാക്ക് നല്ല പേടിയായിരുന്നു. അങ്ങനെ എന്തായാലും ഉമ്മ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പായുടെ എടുക്കാനൊക്കെ പേടിച്ച് എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഒരു ഇതും ഇല്ല കേട്ടോ, ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മുടെ മോൻ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് ഞങ്ങളെന്ന് പറഞ്ഞാൽ മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. മോനെ കൊണ്ടുവന്ന് 3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയത്. കാരണം മോൾക്ക് നല്ല വെയിറ്റ് കുറവായിരുന്നു ജനിച്ച ടൈമിൽ. അങ്ങനെ സെയിം പ്രൊസീജിയറായിരുന്നു ഇവിടെയും. നേഴ്സ് അവരുടെ കൈ തൊട്ട് കാല് തൊട്ട് മുടി അങ്ങനെയുള്ള എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ബേബീസിന് തരത്തുള്ളൂ. നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഫുള്ള് കാണിച്ചു തരും. കാരണം അവരുടെ കയ്യിൽ നിന്ന് ബേബീസിൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ ഹെൽത്തിനോ ഒരു ഇഷ്യൂ ഇല്ലയെന്ന് അവർക്കത് ഉറപ്പാക്കണമായിരുന്നു. അങ്ങനെ മോളെയും എല്ലാം ഫുള്ള് കാണിച്ചു തന്നു. പല്ലൊക്കെ കാണിച്ചു തന്നു. പല്ല് ഇതുവരെ വന്നില്ല, ഫുള്ള് എല്ലാം കാണിച്ചു തന്നു. ഇതാക്കി
ഫുള്ള് ഹെൽത്ത് എല്ലാം ഓക്കെ ആണോ എന്ന് അവർ കൺഫേം ചെയ്തിട്ടാണ് മോളെയും വിട്ട് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. അങ്ങനെ ഫൈനലി മോനും മോളും വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് രണ്ടുപേരുടെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഉപ്പയുടെ കാറിൽ ഇരുന്ന് പറയുകയും ചെയ്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസം അതേപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക കഷ്ടപ്പാട് തുടങ്ങുന്ന ഒരു ദിവസവും കൂടെയാണ് ഇന്ന്. കാരണം രണ്ടുപേരല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് ഉറക്കത്തിൻ്റെ ഇഷ്യൂസ് അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ വരും. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ എത്തി. അപ്പോൾ ഉമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു മോളെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ മുമ്പ് ജെൻഡർ റിവീൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പെങ്കൊച്ചിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എന്താ ആദ്യമായിട്ട് മോളെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മോനെ എടുത്തെടുത്ത് പരിചയമായത് കാരണം തന്നെ മോള് വെയിറ്റ് കുറവാണെങ്കിൽ എനിക്ക് വേറെ പേടിയൊന്നുമില്ലായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുത്ത് നേരെ വീട്ടിൽ വന്ന് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഇന്ന് വീടെത്തിയിട്ടുണ്ട്. നമ്മുടെ 2 ബേബീസും വീട്ടിലെത്തിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഒപ്പയുടെ കയ്യിരിക്കുന്നത് മോൻ, എൻ്റെ കയ്യിരിക്കുന്ന മോളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബേബീസ് വീട്ടിൽ വന്നത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം നിക്കു ഡേയ്സ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര സമാധാനമായി. ഇനി ഉറക്കമില്ലാത്ത നാളുകൾ തുടങ്ങുകയാണ്. എങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ് ബേബീസ് നമ്മളെ കൂടെ വന്നത് കാരണം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഴിഞ്ഞ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു താങ്ക് യു. പ്രാർത്ഥിച്ചതിനും അതേപോലെ തന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമൻറ്റുകളിട്ട് നമുക്ക് എന്താ പറയുക ഒരു എനർജി തന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ബിഗ് താങ്ക് യു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ ഇരയും റെയിനും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഹായ് അങ്കിൾസ് ആൻഡ് ആൻറ്റി. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ഒരു മെൻ്റലി ഒരു എന്താ പറയുക ഒരു ഭയങ്കര സ്ട്രെസ്സായിട്ടുള്ളൊരു ടൈമായിരുന്നു ബേബീസ് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ അതെല്ലാം ആ സ്ട്രെസ്സെല്ലാം മാറിയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു കേക്കൊക്കെ വാങ്ങിയിട്ടൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ആ സ്ട്രെസ്സെല്ലാം മാറിയതൊന്ന് ആഘോഷിക്കാമെന്ന്. അപ്പോൾ നിങ്ങളുടെ പലരും ചിലപ്പോൾ വിചാരിക്കുകയായിരിക്കും എന്തോ സ്ട്രെസ്സ് ഇനിയാണ് അങ്ങോട്ട് സ്ട്രെസ്സ് വരാൻ വേണ്ടി പോകുന്നത്. ശരിയാണ്. കാരണം ഇത്രയും ദിവസം ഞാൻ ബേബീസ് വരുന്നതിന് മുമ്പേ തന്നെ സ്ട്രെസ് അടിച്ചിട്ട് ഉറങ്ങാതെ കണ്ണിൻ്റെ അടിയെല്ലാം കറുത്തുപോയി. ഇനി ഇവർ 2 പേര് വന്ന് ഇനിയിപ്പോൾ ചിലപ്പോൾ രാത്രിയുള്ള ഉറക്കെല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും കണ്ണിൻ്റെ അടിയെല്ലാം കറുത്ത് അല്ലേ കറുപ്പ് വരാനുള്ള സാധ്യതയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും ഹാപ്പിയാണ് നമ്മൾ റെയിനിയും ഇരയും നമ്മുടെ മക്കളായിട്ട് വന്നതിൽ. Thank you guys for praying for us, for Lisa, and for our lovely baby Ire and Ray. Thank you. God bless you all. Thank you. Welcome home. Yay! Ire, Rain. Oh. 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 맛있겠다. 아이고. 이야. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണെന്ന് അറിയാം ഇവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇവരൊന്നിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദിവസം വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. 바이바이.